മോർണിംഗ്. അനുജിത്ത്, അശ്വന്ത്, ഫാത്തിമത്തുൽ ഷഹല, രാധാകൃഷ്ണ, ഗുഡ് മോർണിംഗ്. റെസ്പോണ്ട് ചെയ്ത ചാറ്റ് ബോക്സിൽ. Okay, today we are going to discuss our fifth and last module. And first topic is sustainability practices. Okay, sustainability എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്തേ. ആകർഷ ഒന്ന് പറഞ്ഞേ, വാട്ട് ഈസ് സസ്റ്റൈനബിലിറ്റി? സംസാരിച്ചോളൂ. വാട്ട് ഈസ് സസ്റ്റൈനബിലിറ്റി? ഫസ്റ്റ് സീരീസ് എക്സാം എഴുതിയതാണ്, ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വാട്ട് ഈസ് സസ്റ്റൈനബിലിറ്റി? We can say it as നാച്ചുറലിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് it is ability to sustain, നമുക്ക് നിലനിൽക്കാനുള്ള ഒരു എബിലിറ്റിയാണ്. അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ആകർഷ് പറഞ്ഞ പോലെ നമ്മൾ നാച്ചുറിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ചിന്തിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് ഇൻ sustainability practices, starting with the sustainable habitat. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. വാട്ട് ഈസ് മീൻ ബൈ സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ്? ഹാബിറ്റേറ്റ് മീൻ, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഹാബിറ്റേറ്റ് മീൻസ് ഇറ്റ്സ് നാച്ചുറൽ ഹോം. ഹാബിറ്റേറ്റിന്റെ മീൻ എന്താന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഹോം എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. നാച്ചുറൽ ഹോം. Then sustainable means maintain. Sustainable means maintain. We have to maintain or keep a natural home. അതാണ് കോൺസെപ്റ്റ്. ഇനി എന്താണ് നാച്ചുറൽ ഹോം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കണം. നോർമലി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താ? വീട് വെക്കാൻ വേണ്ടി വി ആർ യൂസിങ് ടോക്സിക് പെയിന്റ്സ്, വി ആർ യൂസിങ് സിമെന്റ്, അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മളൊരു ഹോം ഉണ്ടാക്കുന്നു. അത് സസ്റ്റൈനബിൾ അല്ല എന്നാണ് പറയുന്നത്. കാരണം നാച്ചുറലിൽ നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നല്ല, നമ്മൾ ജനറലി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഹാംഫുൾ അല്ല. നാച്ചുറലുള്ള പലതും നമുക്ക് ഹാംഫുൾ അല്ല. ആ രീതിയിൽ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു സസ്റ്റൈനബിൾ പ്രാക്ടീസ് ആണെന്ന് നമുക്ക് പറയാം. അല്ലാത്ത രീതിയിൽ നമ്മൾ ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഹാബിറ്റേറ്റ് മീൻസ് നാച്ചുറൽ ഹോം ബിൽഡ് ചെയ്യുന്നു എങ്കിൽ അതിന് അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് നാച്ചുറൽ ഹാബിറ്റേറ്റ്, ആ ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പം ഒരു പോയിന്റ് അവിടെ എഴുതാം. ഹാബിറ്റേറ്റ് ഹൈഫൺ ഇറ്റ് ഈസ് എ നാച്ചുറൽ ഹോം. ഓക്കെ, ദെൻ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു മെയിൻറ്റെയിൻ അവർ സസ്റ്റൈനബിലിറ്റി എന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ അവർ പ്രോസ്പെറിറ്റി. Sustainability means it is the ability to maintain our prosperity. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, എക്സാമിന് നിങ്ങൾ കുറച്ച് പേര് എഴുതിയിട്ടുണ്ട്. ദെൻ മെയിൻ പ്രോബ്ലം, സസ്റ്റൈനബിലിറ്റിനെ ബാധിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് എനർജി യൂസ്, എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നത്. എനർജി എഫിഷ്യൻസി നമുക്കുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് സസ്റ്റൈനബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പം എനർജി എഫിഷ്യൻസി ബേസ്ഡ് ഓൺ ഇലക്ട്രിക്കൽ കറണ്ടിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ, ഇലക്ട്രിസിറ്റിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ അറൗണ്ട് 30% നമ്മൾ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയിന്റ് ആയിട്ട് എഴുതാം. റെസിഡൻഷ്യൽ ബിൽഡിംഗ് യൂസ് മോർ ദാൻ 30% ഓഫ് ജനറേറ്റഡ് ഇലക്ട്രിസിറ്റി ടോട്ടലി. പിന്നെ നമുക്ക് ഇൻഡസ്ട്രീസിന് വേണം, വെഹിക്കിൾസിന് വേണം, കുറേ പാർട്ടിലേക്ക് നമ്മൾ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് എനർജി യൂസേജ് ഇല്ലാത്തത് കൊണ്ടാണ് വി ആർ സ്പെൻഡിങ് 30% ഓഫ് ജനറേറ്റഡ് ഇലക്ട്രിസിറ്റി ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനർജി നമ്മൾ ഇലക്ട്രിസിറ്റി 30 യൂസ് ചെയ്യുന്നുണ്ട്, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു. വി ഹാവ് ഡിഫറെൻറ്റ് ഓപ്ഷൻ. സോളാർ പാനൽസ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വിൻഡ് എനർജി, റിന്യൂവബിൾ ആയിട്ടുള്ള ഒരുപാട് എനർജി റിസോഴ്സ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ
നമുക്ക് ഇത്രയും വലിയൊരു പ്രോബ്ലം ഉണ്ടാവായിരുന്നില്ല. പ്രോബ്ലം എന്താണ്? വി ആർ ഗോയിങ് ഫോർ എൻ എനർജി എഫിഷ്യൻറ്റ് സിറ്റുവേഷൻ. അത് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. പക്ഷെ നമുക്ക് ജനറേറ്റഡ് ഇലക്ട്രിസിറ്റിയുടെ 30% നമ്മൾ റെസിഡൻഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുക. ആ ഒരു പ്രോബ്ലമാണ് ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇനി കമ്മിങ് ടു സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് മീൻ ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ എക്കോസിസ്റ്റം. സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് വിച്ച് മീൻസ് ഇറ്റ് ഈസ് എൻ എക്കോസിസ്റ്റം. ആൻഡ് ഡിസ്കസിങ് അബൌട്ട് സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ്. ഇതെന്താണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എൻ എക്കോസിസ്റ്റം പ്രൊഡ്യൂസ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ഫോർ പീപ്പിൾ ആൻഡ് അതർ ഓർഗാനിസം. ഫുഡ് ആൻഡ് ഷെൽട്ടർ ഫോർ പീപ്പിൾ ആൻഡ് അതർ ഓർഗാനിസം. അതായത് നമ്മളൊരു വീട് വെച്ചു, നമുക്ക് നമ്മുടേതായ ഹോം ഉണ്ട്. നമ്മളൊരു വീട് വെച്ചു എന്ന് പറഞ്ഞിട്ട് നിയർ ബൈ ഓർഗാനിസംസ് അല്ലെങ്കിൽ നമ്മളെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ആനിമൽസ്, ബേർഡ്സ്, എന്തോ ആയിക്കോട്ടെ. അവരുടെയൊന്നും ഹാബിറ്റേറ്റിനെ നമ്മൾ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമൻസ് ലിവ് ചെയ്യണം, അതിനോടുകൂടി അതർ ഓർഗാനിസവും കൂടി ജീവിക്കണം. നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ. സോ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഹാബിറ്റേറ്റ് നമ്മൾ ബിൽഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടേതായ പീപ്പിൾ ഉണ്ട്, എലോങ് വിത്ത് അതർ ബേർഡ്സോ ആനിമൽസോ മാത്രം പോരാ, എല്ലാവർക്കും ജീവനുണ്ട്. വി ഹാവ് ടു കൺസിഡർ പ്ലാന്റ്സ്, ദെൻ അതർ റിസോഴ്സസ് ലൈക്ക് വാട്ടർ റിസോഴ്സ്. ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇതൊന്നും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുത്, പൊല്യൂട്ട് ചെയ്യരുത്. സോ ഐ എം ഡിസ്കസിങ് സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ്. It shows an ecosystem that produce food and shelter for people and other organism. Next point, without resource depletion and no waste is produced. Without resource depletion and no waste is produced, which means ഞാനൊരു സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് ആണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ നോ വേസ്റ്റ്, ഞാൻ അറ്റ്മോസ്ഫിയറിലേക്ക് വേസ്റ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. നോ റിസോഴ്സ് ഡിപ്ലീഷൻ, റിസോഴ്സ് ഒന്നും ഞാൻ മലിനമാക്കരുത്, ഓവർ യൂസ് ചെയ്യരുത്, അതിനെ എക്സ്റ്റിങ്ക്റ്റിൽ എത്തിക്കാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. അതാണ് സസ്റ്റൈനബിൾ പ്രാക്ടീസും ഒരു സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റും എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ പ്രാക്ടീസ് ആൻഡ് സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ്. ഗാഥാകൃഷ്ണ എന്ത് മനസ്സിലായി? ഗാഥാകൃഷ്ണക്ക് എന്ത് മനസ്സിലായി? വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ്? ആൽബിൻ, സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് എന്ത് മനസ്സിലായി? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അനുജിത്ത് വി കെ, അനുരാഗ് കെ, അനുജിത്ത് ആൻഡ് അനുരാഗ്, വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ്? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാ. ദേവിക, ഫാത്തിമ. ഹലോ സാർ. പറഞ്ഞോ, എന്ത് മനസ്സിലായടാ സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ്? സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാല് ഇത് നമ്മളെ റിസോഴ്സസ് എല്ലാം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇത് തീറാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ ഉപയോഗിക്കണം. യെസ്. പിന്നെ നീ വീട് വെക്കുമ്പോൾ അടുത്തുള്ള പട്ടികളെയൊന്നും കൊല്ലാനൊന്നും പാടില്ല കേട്ടോ. പ്ലാന്റ് ഒന്നും നശിപ്പിക്കരുത്. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? യെസ് സാർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് റിഗാർഡിംഗ് എ സസ്റ്റൈനബിൾ ഹോം. ഒരു ഹൈഫൺ എഴുതാം. എ സസ്റ്റൈനബിൾ ഹോം should be environment friendly, should build with recycled material, built from recycled material, and runs on renewable energy sources. I am discussing about a sustainable home. നിങ്ങൾക്ക് പോയിന്റ് എഴുതാം. ഹോം, സസ്റ്റൈനബിൾ ഹോം. സസ്റ്റൈനബിൾ ഹോം എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. ദെൻ
should be built from recycled material. Recycled material. Then third point, renewable energy. Renewable energy വേണം നമ്മൾ യൂസ് ചെയ്യാൻ. Renewable energy എന്ന് പറയുമ്പോൾ എന്താണ്? We can go for solar energy, biomass, biofuels ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. Then wind energy. ഈസിലി റിന്യൂവബിൾ ആയിട്ടുള്ള എനർജിയിൽ നമ്മുടെ ഹോം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കാം. വി ആർ ഡിസ്കസിംഗ് റിഗാർഡിംഗ് എ ഹോം. എ സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് ഷുഡ് ബി എൻവയോൺമെന്റ് ഫ്രണ്ട്ലി, built from recycled materials and should runs on renewable energy sources. Okay, then next നിങ്ങൾ ഓർക്കുക, എ സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ്. ഒരു സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് എന്ന് പറയുമ്പോൾ ഞാനൊരു ഡയഗ്രാം ഇവിടെ വരക്കാണ്, അത് നിങ്ങൾ ഓർക്കുക. നമ്മുടെ സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് മീൻസ് ഹോം ആണ്. ഹാബിറ്റേറ്റ്, സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഒരു ഇന്റർസെക്ഷൻ ഓഫ് an intersection of natural environment. നമ്മുടെ നല്ലൊരു നേച്ചറിൻ്റെത് അഫോർഡബിൾ ആയിരിക്കണം. ദെൻ നല്ലൊരു ബിൽറ്റ് എൻവയോൺമെന്റ് ഉണ്ടാവണം. ബിൽറ്റ് എൻവയോൺമെന്റ്. ഇത്രയും കോൺസെപ്റ്റിന്റെ ഇന്റർസെക്ഷൻ ആണ് ഒരു സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഡയഗ്രാം ഒന്ന് ഓർക്കാം. സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് ഇറ്റ്സ് ആൻ ഇന്റർസെക്ഷൻ. ഇതും ഈ മൂന്നെണ്ണത്തിന്റെ നടുക്ക് പ്രോപ്പർ ഇന്റർസെക്ഷൻ ആണ് അഫോർഡബിലിറ്റി ആൻഡ് നാച്ചുറൽ എൻവയോൺമെന്റ് ആൻഡ് ബിൽറ്റ് എൻവയോൺമെന്റ്. ഇതിന്റെ ഒരു ഇന്റർസെക്ഷൻ ആണ് എ സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. ഇതൊന്ന് ഡ്രോ ചെയ്യാം. ഈ ഒരു ഡയഗ്രാം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ്? സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റിൽ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് മാക്സിമം റിസോഴ്സ് എഫിഷ്യൻസി. റിസോഴ്സ് പ്രോപ്പറായിട്ട് നമ്മളെല്ലാ കുറേ റിസോഴ്സ് ഉണ്ട്, ആ റിസോഴ്സ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. വി ഹാവ് ടു മെയിൻറ്റെയിൻ ഓർ മാനേജ് റിസോഴ്സ് എഫിഷ്യൻസി. മാക്സിമൈസ് എനർജി ആൻഡ് വാട്ടർ എഫിഷ്യൻസി. ഓർത്തിരിക്കുക, നമ്മൾ കുറച്ച് മിനിമൈസ് റിസോഴ്സിനെ മിനിമമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വി ഹാവ് ടു യൂസ് മിനിമം എനർജി ആൻഡ് മിനിമം വാട്ടർ, ബട്ട് വി ഹാവ് ടു മാക്സിമൈസ് ദി എനർജി എഫിഷ്യൻസി. ദെൻ വി ഹാവ് ടു എലിമിനേറ്റ് എക്സ്പോഷർ ഓഫ് ടോക്സിക് കെമിക്കൽസ്. ഇങ്ങനെ ഒരു ഹാബിറ്റേറ്റ് നമ്മൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നോൺ ടോക്സിക് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി നോൺ ടോക്സിക്. ടോക്സിക് ആയിട്ടുള്ള എല്ലാ പാരാമീറ്റേഴ്സും കെമിക്കൽസിനും ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ദെൻ സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റിൽ നമ്മൾ പ്ലാന്റ്സ് അങ്ങനെയൊക്കെ പ്ലാന്റിംഗ് ഒക്കെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെപ്റ്റിസൈഡ്സ്. നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പെർഫോം ചെയ്യണം. നാച്ചുറൽ ആയിരിക്കണം. ഓൾ ആക്ഷൻ ഷുഡ് ബി നാച്ചുറൽ ആക്ഷൻസ് മാത്രം നമ്മൾ പെർഫോം ചെയ്യണം. അല്ലാതെ നമ്മളൊരു സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് ബിൽഡ് ചെയ്ത് കുറെ ഫെർട്ടിലൈസേഴ്സും പോയിസൺസും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നിയർ ബൈ ഉള്ള ഹാബിറ്റേറ്റ് ഒക്കെ എന്താവും? ഇല്ലാതാവും. ശരിയല്ലേ? നമ്മൾ കീടനാശിനികളൊക്കെ അടിക്കുമ്പോൾ അവരുടെ വീടാണ്, പ്ലാന്റ് ചിലപ്പോൾ അവരുടെ ഒരു വീടായിരിക്കും, അതൊക്കെ നശിച്ചു പോവുകയാണെങ്കിൽ നിയർ ബൈ ഹാബിറ്റേറ്റ് ഒക്കെ ലോസ് ആവും. സോ നമ്മൾ മാത്രം സസ്റ്റൈനബിൾ ആയാൽ പോരാ, നമ്മൾ മാത്രം സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് ബിൽഡ് ചെയ്താൽ പോരാ. വി ഷുഡ് ബി അവെയർ ഓഫ് റിസോഴ്സ് എഫിഷ്യൻസി. Then we should use non-toxic chemicals and അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. ദെൻ പ്ലാന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നാച്ചുറൽ പെപ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യണം. ആക്ഷൻസും അങ്ങനെയുള്ള ആക്ഷൻസേ നമ്മൾ പെർഫോം ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ? പുണ്യ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എന്താണ് നാച്ചുറൽ ഹാബിറ്റേറ്റ് എന്ന് മനസ്സിലായി? ഇറ്റ്സ് ആൻ ഇന്റർസെക്ഷൻ ഓഫ് നാച്ചുറൽ എൻവയോൺമെന്റ്, ഷുഡ് ബി അഫോർഡബിൾ ആൻഡ് വി ഷുഡ് ഹാവ് എ ഗുഡ് ബിൽറ്റ് എൻവയോൺമെന്റ്. പിന്നെ എന്തൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം? ഈ സൈഡിലുള്ള പോയിന്റ്സ് ഒന്ന് പറഞ്ഞേ. നാച്ചുറൽ ഹാബിറ്റേറ്റ്, റിസോഴ്സ് എഫിഷ്യൻസി വേണം. എനർജി
കുറച്ച് യൂസ് ചെയ്യുക, മാക്സിമം നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക. ദെൻ നോൺ ടോക്സിക് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. ഓക്കെ, നോൺ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നാച്ചുറൽ പെപ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നാച്ചുറലി ഉള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിക്കണം. നെക്സ്റ്റ് ലൈനിൽ എഴുതാം, സസ്റ്റൈനബിൾ ഹൗസ് healthier for people and have low impact on natural resources. It is healthier for people and have low impact on natural resources. ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി. We are building a sustainable home, which means നമ്മൾ ആ ഒരു ബിൽഡ് കൺസ്ട്രക്ഷൻ കൊണ്ട് മേക്കിംഗ് വെരി ലോ ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റ്. നമ്മൾ എൻവയോൺമെന്റിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുന്നൊന്നുമില്ല. ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ? ആഗ്ന, അശ്വതി, കിരൺ ദിനേശ്, ഫഹദ്, മുഹ്സിന, നന്ദന ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ അശ്വതി. Then next we are discussing sustainable habitat എന്ന് നമ്മൾ പറഞ്ഞു. Then അതിൽ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ആണ്, നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. We have to promote eco-friendly fuels. Sustainability അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ we have to promote eco-friendly fuels. Eco-friendly fuels means it have very less carbon dioxide emission. Greenhouse gas emission is very less and it is eco-friendly. There we can go for CNG, compressed natural gas. അതിന്റെ എഫിഷ്യൻസി എന്താണ്? അത് നല്ലതുപോലെ ബേൺ ചെയ്യും, ക്ലീൻ ഗ്യാസ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഗ്രീൻ ഗ്യാസ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോബ്ലംസ് വളരെ കുറവാണ്, എൻവയോൺമെന്റിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോബ്ലംസ് കുറവാണ്. അപ്പം എക്കോ ഫ്രണ്ട്ലി ഹോമൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കുറേ വിറക് കത്തിച്ച് പുക ഉണ്ടാക്കി അന്തരീക്ഷം മലിനമാക്കരുത്. ഇഫ് ഇറ്റ് ഈസ് സസ്റ്റൈനബിൾ, വിച്ച് മീൻസ് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യണം. വി ക്യാൻ യൂസ് എക്കോ ഫ്രണ്ട്ലി ഫ്യൂൽസ്, CNG യൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറവായതുകൊണ്ടാണ് നമ്മൾ വിച്ച് ക്യാൻ റെഡ്യൂസ് എയർ പൊല്യൂഷൻ. അപ്പം അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് പോയിന്റ് എഴുതാം, എക്കോ ഫ്രണ്ട്ലി ഫ്യൂവൽ. വി ഹാവ് ടു യൂസ് എക്കോ ഫ്രണ്ട്ലി ഫ്യൂവൽ. എക്സാമ്പിൾ LPG ആൻഡ് CNG. Why it is eco friendly? It produce by burning, it produce only very less amount of carbon monoxide and carbon dioxide, and it help to reduce air pollution. Clear? Coming to second point, better sewage disposal system. Sustainable habitat നമ്മൾ ഉണ്ടാക്കി, നമ്മളെ വീട് പക്ക ആൻഡ് സസ്റ്റൈനബിൾ ആണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഉണ്ടാകുന്ന വേസ്റ്റ് നമ്മൾ കൊണ്ടുപോയി വെള്ളത്തിലിടാൻ പാടുമോ? ഒരിക്കലും നമ്മൾ വെള്ളത്തിലും പുഴയിലൊന്നും കൊണ്ട് അത് ഡിസ്പോസ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും പറ്റും? റിവർ, അതൊക്കെ ഒരു അനദർ എക്കോസിസ്റ്റം ആണ്. അതിനത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും, ബയോഡൈവേഴ്സിറ്റിനെ അത് ബാധിക്കും. സോ സീവേജ് വേസ്റ്റ് ഒന്നും നമ്മൾ റിവറിലൊന്നും കൊണ്ട് ഇടാൻ പാടില്ല. നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം. ബെറ്റർ സീവേജ് ഡിസ്പോസൽ സിസ്റ്റം നമുക്ക് വേണം. ഓക്കെ, നമ്മുടെ മാത്രം സസ്റ്റൈനബിലിറ്റി അല്ല, നിയർ ബൈ ഓർഗാനിസത്തിന്റെ ഒക്കെ സസ്റ്റൈനബിലിറ്റിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ബെറ്റർ സീവേജ് ഡിസ്പോസൽ സിസ്റ്റം, ഗുഡ് വേസ്റ്റ് മാനേജ്മെന്റ്. നെവർ ഡെപ്പോസിറ്റ് ഓർ ഡിസ്പോസ് sewage into nearby river. Okay, avoid marine pollution, river pollution and generally water pollution. It should be free from water pollution. Siddharth, Sunil, Saurav, Srijit, Nainika respond ചെയ്തേ. ക്ലിയർ ആണോ? ബെറ്റർ സീവേജ് ഡിസ്പോസൽ. വി ആർ ഡിസ്കസിങ് എ സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ്. വീടെടുത്തു ആൻഡ് സീവേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ പ്രോപ്പർ ആണ്. നിങ്ങൾ ഈ വേസ്റ്റ് ഒക്കെ കൊണ്ട് ബയോഗ്യാസ് പ്ലാന്റിലോട്ട് ഇട്ടോ, പ്രശ്നമില്ല. ബയോമാസ് പ്ലാന്റിലോട്ട് ഇട്ടോ, ഫുഡ് വേസ്റ്റ് കൊണ്ടിട്ടോ. നെവർ ഡെപ്പോസിറ്റ് ഇൻ റിവർ. ഇതാണ് കോൺസെപ്റ്റ്. ഗോപിക, ഇഷ സുധീർ, കിരൺ ദിനേശ്. കമ്മിങ് ടു തേർഡ് പോയിന്റ്, ബെറ്റർ പബ്ലിക് ട്രാൻസ്പോർട്ട്. സസ്റ്റൈനബിൾ ഹോം വെച്ചിട്ട് മുന്നിൽ 4-5 കാറ് വാങ്ങിയിടാൻ പാടില്ല. പ്രോബ്ലം എന്താ? ഇറ്റ് വിൽ
produce carbon monoxide or carbon dioxide. We have to go for a public transport system. എമർജൻസിയിൽ യൂസ് ചെയ്യുന്നത് പോലെയല്ല, കോമൺ ആയിട്ട് നമ്മൾ ഡെയിലി യൂസിനൊക്കെ ഫോക്കസ് ചെയ്യേണ്ടത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. എന്തുകൊണ്ടാണ്? വി ക്യാൻ റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. We have to choose better public transport for transportation. We have to avoid carbon emission in the environment. അതാണ് നെക്സ്റ്റ് പോയിന്റ്. ബെറ്റർ പബ്ലിക് ട്രാൻസ്പോർട്ട്. യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഈ 3 പോയിന്റ് ഒന്ന് ഡിസ്ക്രൈബ് പറഞ്ഞു തന്നെ ജസ്റ്റ് ആരെങ്കിലും ഒരാൾ. നന്ദന എം, ഗുഡ് മോർണിംഗ് നന്ദന. എന്തൊക്കെ പറഞ്ഞു? ഫസ്റ്റ് പോയിന്റ് എക്കോ ഫ്രണ്ട്ലി ഫ്യൂൽ. നന്ദന ഗുഡ് മോർണിംഗ്. ഗോപിക ഗുഡ് മോർണിംഗ്. മുഹമ്മദ് നാബിൽ, മുഹ്സിൻ, നാബിൽ മുഹ്സിൻ. ഇവർക്കൊന്നും സസ്റ്റൈനബിൾ ഹോം ഇല്ല, എവിടെ പുറത്താണുള്ളത്. അശ്വൽ എം കെ ഗുഡ് മോർണിംഗ്. അശ്വലും വീട്ടിലില്ല. നേഹ ഫസൽ ഗുഡ് മോർണിംഗ്. ദേവിക, ഇഷ സുധീർ. ഞാൻ ഓഡിബിൾ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത ചാറ്റ് ബോക്സിൽ. യെസ്. മുഹമ്മദ് സഹൽ. സഹൽ വീട്ടിലുണ്ട്. ഓക്കെ ആൽബിൻ. These are the main 3 points. We have to promote eco-friendly fuel. We should have a better sewage disposal system. We have to go for better public transport. Okay. Then this is a simple diagram. ഇത് ഫുൾ ആയിട്ട് നിങ്ങൾ ഓർക്കണ്ട. ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ട് ഞാൻ പറയും, അത് ഓർത്താൽ മതി. സിമ്പിൾ ഡയഗ്രാം റെപ്രസെന്റിങ് എ സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ്. സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ്. സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് മീൻസ് ഈ നടുക്കിൽ എന്താണ്? സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി അവർ ഹോം. നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ട് ബിൽഡ് ചെയ്യുന്ന ഹോമാണിത്, വീട്. Then if it is sustainable, we have to use good construction technology. Good construct, incremental construction. മെല്ലെ മെല്ലെ കൺസ്ട്രക്ട് ചെയ്താൽ മതി. ഡു ഇറ്റ് yourself. Capitalized activities, mass production. Then construction material, bamboo, stainless steel, ferro concrete, problem ഉണ്ടാക്കാത്ത മെറ്റീരിയൽസ്. റിഗാർഡിംഗ് എനർജി, വാട്ടർ, വേസ്റ്റ് മാനേജ്മെന്റ്, വേണ്ടത് യൂട്ടിലൈസേഷൻ, അൾട്ടർനേറ്റീവ് റിസോഴ്സ് യൂസ് ചെയ്യാം, റിസോഴ്സ് മിനിമൈസ് ചെയ്ത് യൂസ് ചെയ്യാം. ഹ്യൂമനൈസിങ്, സോഷ്യൽ ഇൻട്രാക്ഷൻ വേണം. വി ഹാവ് ഗോ ഫോർ കോമൺ സർവീസസ്, നല്ല സ്പേസ്, സ്പേസ് ഷെയറിംഗ്, ഇൻകം ജനറേഷൻ. ഇങ്ങനെ ഒരു ഹോം അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫീൽഡാണ്. ഹിയർ യു ക്യാൻ സെലക്ട്. ഇത് ഈ ഒരു ഡയഗ്രം നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 3-4 ഓർക്കാം. First one, construction technology you can select, construction material, then energy, water, waste management you can select, construction management. Then here green means green materials, bamboo, stainless steel. Green material means which have very less impact on environment. അതിനെയാണ് green material എന്ന് പറയുന്നത്. നമ്മളത് ഡിസ്കസ് ചെയ്യും. While building a sustainable home, we can go for green material, affordable ആയിട്ടുള്ള മെറ്റീരിയൽ. ഇത്രയും പോയിന്റ്സ് ആണ് റിഗാർഡിംഗ് എ സസ്റ്റൈനബിൾ ഹോം. ഒരാളെന്ന് റെസ്പോണ്ട് ചെയ്തേ. അഭിരാം പി. അഭിരാം പി എങ്ങനെ ഒരു സസ്റ്റൈനബിൾ ഹോം ബിൽഡ് ചെയ്യും? ഒരു ഡ്രീം ആണ്, അല്ലാതെ നമുക്ക് സസ്റ്റൈനബിൾ ഹോം ബിൽഡ് ചെയ്യാൻ പറ്റും എന്നല്ല. അഭിരാം പി ബിൽഡ് ചെയ്യുന്ന സസ്റ്റൈനബിൾ ഹോം എങ്ങനെയായിരിക്കും? നമുക്കൊരു ട്രഡീഷണൽ റിസോർട്ട് പോലെ അഭിരാം ബിൽഡ് ചെയ്യുന്നു, യൂസിങ് ബാംബു, മേലെ ഓലയൊക്കെ വെച്ച്, ആൻഡ് ഹാവിങ് സം സോളാർ പാനൽ, using natural gas for cooking, and he is using a horse, ഒരു ഹോഴ്സ് റൈഡർ ആണ്, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നു, and producing very less ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ നമുക്കൊരു സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? അജൽ പ്രേം, അരുണിമ, അശ്വതി, ഫാത്തിമ. ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ അശ്വതി. Alvin, thank you. Fatima, thank you.
But this is regarding a sustainable habitat. We are having an affordable sustainable habitat. Affordable ആണ്. And then we are discussing regarding construction technology, regarding construction material, energy and waste management. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളുടെ കൺസിഡറേഷനിൽ ഉണ്ടാവണം. ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ്. Then next topic, it is regarding green building. ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണ് ഗ്രീൻ ബിൽഡിംഗ് എന്നാണ് പറയാൻ പോകുന്നത്. ഹൈഫനറ്റ് എഴുതാം. ഗ്രീൻ ബിൽഡിംഗ്, എ സ്ട്രക്ചർ that ensure efficient use of material, a structure that ensure efficient use of material, water, energy and other resources without depleting our nature. Efficient use of resources. ഓർത്തിരിക്കുക, efficient use of resources, water and energy, resources like water and energy, and having very less impact on environment, very less impact on environment. That is regarding a green building. നമ്മൾ ബിൽഡ് ചെയ്യുന്ന ബിൽഡിംഗ് ഒക്കെ ഗ്രീൻ ബിൽഡിംഗ് ആയിരിക്കണം. അതാണ് സസ്റ്റൈനബിലിറ്റി പറയുന്നത്. ഷുഡ് ബി എ ഗ്രീൻ ബിൽഡിംഗ്. ഹൗ ടു യൂസ് efficient use of material, water and energy resources, and it should not generate non-degradable waste. It should not generate or produce non-degradable waste. ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും ബൈ പ്രൊഡക്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നോൺ ഡീഗ്രേഡബിൾ ആവാൻ പാടില്ല. ഷുഡ് ബി ഡീഗ്രേഡബിൾ, എർത്തിലേക്ക് പോകുന്ന രീതിയിലുള്ളതായിരിക്കണം. ഇതാണ് എ കോൺസെപ്റ്റ് ഓഫ് ഗ്രീൻ ബിൽഡിംഗ്. ക്ലിയർ ആണോ? മുഹമ്മദ് മുഹ്സിൻ, നന്ദന, രജത്, സാരംഗ് സലീലൻ ആൻഡ് ഷാനിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത ചാറ്റ് ബോക്സിൽ. സാരംഗ് സലീലൻ ആൻഡ് ഓക്കെ മുഹ്സിൻ. കോൺസെപ്റ്റ് ഓഫ് ഗ്രീൻ ബിൽഡിംഗ് മീൻസ് നമ്മുടെ ബിൽഡിംഗ് വെരി ക്ലോസ് ടു അവർ നേച്ചർ, ഷുഡ് ബി യൂസ് വെരി ലെസ് റിസോഴ്സസ് ആൻഡ് ലെസ് ഇമ്പാക്ട്, ആൻഡ് പ്രൊഡ്യൂസിങ് വേസ്റ്റ് ഇറ്റ് ഈസ് ഡീഗ്രേഡബിൾ വേസ്റ്റ്, നോൺ ഡീഗ്രേഡബിൾ ആവാൻ പാടില്ല. Then next I am discussing characteristics of green building. എന്തൊക്കെയാണ് ഒരു നല്ല ഗ്രീൻ ബിൽഡിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? എഫിഷ്യന്റ് യൂസ് ഓഫ് എനർജി, ഫസ്റ്റ് വൺ. ഇത് മേലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എഫിഷ്യൻസിയാണ്. എഫിഷ്യന്റ് യൂസ് ഓഫ് എനർജി റിസോഴ്സസ്. നാച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. പ്രൊട്ടക്ടിങ് അവർ നേച്ചർ and our health, protecting our nature and health, and reduced waste. ഒരു ഗ്രീൻ ബിൽഡിംഗിന് ഒരുപാട് വേസ്റ്റ് പുറത്തേക്ക് വരാൻ പാടില്ല. ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് ഒന്നും പുറത്ത് വരാൻ പാടില്ല. ഇറ്റ് ഷുഡ് പ്രൊഡ്യൂസ് മിനിമം വേസ്റ്റ്. ഇറ്റ് ഷുഡ് പ്രൊട്ടക്ട് അവർ എൻവയോൺമെന്റ്. ഹെൽത്തിയർ ആയിരിക്കണം, നല്ല ബിൽഡിംഗ് ആയിരിക്കണം. ആൻഡ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്. ഇതാണ് മെയിൻ പോയിന്റ്. എ ഗ്രീൻ ബിൽഡിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് യു ക്യാൻ റൈറ്റ്: എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്, ഷുഡ് പ്രൊട്ടക്ട് അവർ നേച്ചർ, ഹെൽത്തിയർ ആയിരിക്കണം, ആൻഡ് മിനിമം വേസ്റ്റ് ആയിരിക്കണം. Then less pollution. Then coming to material for building and construction. ഒരു ഗ്രീൻ ബിൽഡിംഗ് ബിൽഡ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് നമ്മൾ യൂസ് ചെയ്യണം. ബ്രിക്സ് അല്ലെങ്കിൽ ബാംബു ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. കംപ്ലീറ്റ്ലി പോസിബിൾ അല്ല, എന്നാലും മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ദെൻ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ കുറേ കെമിക്കൽസിന്റെ പ്രസൻസ് ഇല്ലാത്തത്, ആവശ്യത്തിന് മാത്രമുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ്,
സസ്റ്റൈനബിൾ കോൺക്രീറ്റ് മാത്രം നമ്മൾ യൂസ് ചെയ്യാം. പേപ്പർ പോലുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. പേപ്പർ ഇൻസുലേഷൻസ് ഒക്കെ നമുക്ക് സീലിങ്ങിനൊക്കെ പേപ്പർ, അല്ലെങ്കിൽ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഒക്കെ ഒഴിവാക്കിയിട്ട് ഡീഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന് പ്രയോറിറ്റി കൊടുക്കാം. ഡീഗ്രേഡബിൾ മെറ്റീരിയൽസിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. ദെൻ ഇൻസെക്ട് റെസിസ്റ്റന്റ് ആയിരിക്കണം. ഫയർ, തീ പിടിക്കാത്തത് അല്ലെങ്കിൽ ഈ ജീവികളൊന്നും കടന്നു വരാത്ത രീതിയിൽ സേഫ് ആയിട്ടുള്ള സേഫ് മെറ്റീരിയൽസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രീൻ ബിൽഡിംഗ്. മെറ്റീരിയൽ എന്തൊക്കെയാണ്? റിന്യൂവബിൾ എനർജി റിസോഴ്സസ്, ബ്രിക്സ് ആൻഡ് ബാംബു, ആൻഡ് സസ്റ്റൈനബിൾ കോൺക്രീറ്റ്. We can go for paper and degradable materials, and it should be safe. ഇത്രയും പോയിന്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് തന്നെ. നൈനിക, ശ്രീരജ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നൈനിക ആൻഡ് ശ്രീരജ്. നൈനിക, എന്താണ് വാട്ട് ഈസ് ഗ്രീൻ ബിൽഡിംഗ്? എന്തോ ആയിക്കോട്ടെ, മേ ബി റെസിഡൻഷ്യൽ ഓർ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്ന ഇറ്റ് ഈസ് ഗ്രീൻ ബിൽഡിംഗ്. നമ്മൾ പറയണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ലെസ് വേസ്റ്റ് പ്രൊഡക്ഷൻ, നല്ല എനർജി എഫിഷ്യൻ്റ് ആയിരിക്കണം, ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് ഡീഗ്രേഡബിൾ വേസ്റ്റ്, നോൺ ഡീഗ്രേഡബിൾ ആവാൻ പാടില്ല. തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പറഞ്ഞേ നൈനിക. വാട്ട് ആർ ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്? Efficient use of resources. Yes. Protect health. Reduce the waste. Yeah. അപ്പോൾ അതൊരു ഗ്രീൻ ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞു. ദെൻ സിദ്ധാർത്ഥ് സുനിൽ, എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം സിദ്ധാർത്ഥ്? സസ്റ്റൈനബിൾ കോൺക്രീറ്റ്. ഓക്കെ. പിന്നെ ഇൻസെക്ട് റെസിസ്റ്റന്റ്. ജീവികളൊന്നും വരുത്താൻ പാടില്ല. ബ്രിക്സ് ആൻഡ് ബാംബു. ആൻഡ് വി കൻ ഗോ ഫോർ റിന്യൂവബിൾ എനർജി സോഴ്സ്. സോളാർ പാനലൊക്കെ വെച്ചിട്ട് നമ്മൾ അധികം ഇലക്ട്രിസിറ്റീനെ നമ്മൾ റെഫർ ചെയ്യാതെ, മീൻസ് ഉപയോഗിക്കാതെ സോളാർ പാനലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ. ഈ സ്ക്രീൻ ഒന്ന് ഞാൻ ക്ലിയർ ചെയ്യാണ്. കമ്മിങ് ടു ലാസ്റ്റ് പോയിന്റ്, ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻസ്. ഇങ്ങനെയുള്ള ഗ്രീൻ ബിൽഡിംഗ് ഒക്കെ ബിൽഡ് ചെയ്താൽ അതൊരു ഗ്രീൻ ബിൽഡിംഗ് ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നുള്ളതാണ്. വി ക്യാൻ ഗോ ഫോർ ഡിഫറെന്റ് സർട്ടിഫിക്കേഷൻ, ആൻഡ് വി ആർ ഹാവിംഗ് ഡിഫറെന്റ് സർട്ടിഫിക്കേഷൻ ഏജൻസീസ്. There you have to write USGBC. First one, USGBC. United States Green Building Council. And it is internationally accepted one. USGBC, United States Green Building Council. It is internationally accepted one. And it can certify green building. അതൊരു ഏജൻസിയാണ്, അതിന് ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ കൊടുക്കാം. ഇനി USGBC പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ലീഡർഷിപ്പ് ഇൻ എനർജി ആൻഡ് എൻവയോൺമെന്റൽ ഡിസൈൻ. ഈ USGBC പ്രോഗ്രാമാണ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരും. വേണം ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ഗ്രീൻ ബിൽഡിങ്ങിന് ഒരു എക്സാമ്പിൾ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കണ്ടോ, ഡൽഹിയിലുള്ള ഒരു ടെറി റിട്രീറ്റ് എന്ന് പറയുന്ന ഒരു ക്യാമ്പസ് ആണ്. ഈ ക്യാമ്പസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ കുറേ ആൾക്ക് വേണ്ടിയിട്ടുള്ള സോളാർ ഹീറ്റർ ഉണ്ട്, ബയോമാസ് പ്ലാന്റ് ഉണ്ട്, ആൻഡ് they have their own waste water recycling ഉണ്ട്, ഡിഫറെന്റ് ട്രീ പ്ലാന്റേഷൻ ഉണ്ട്, കുറെ എനർജി ഗ്രിഡ്സ് ഉണ്ട്. അവർക്ക് വേണ്ട എല്ലാ എനർജിയും അവിടെ തന്നെ അവർ ജനറേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ, ആൻഡ് ദേ ആർ പ്രൊഡ്യൂസിങ് വെരി ലെസ് വേസ്റ്റ്. ഈ മേലെ കാണുന്ന ഇതൊക്കെ പാനലാണ്. ഈ മേലെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഗ്രീൻ ബിൽഡിംഗ്. ഒരു എക്സാമ്പിൾ നിങ്ങൾ ഇത് പഠിക്കും. ഈ കാണുന്നത് കുറെ പ്ലാന്റ്, അങ്ങനെ അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ അഗൈൻ ഒരു സോളാർ പാനൽ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതിനെയാണ് നമ്മൾ ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് സർട്ടിഫിക്കേഷൻ കിട്ടും. അതിനെയാണ് നമ്മൾ പറയുന്നത് ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ. ആൻഡ് there are some agencies, യുണൈറ്റഡ് സ്റ്റേറ്റ് ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ, ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. ദെൻ ഇൻ ഇന്ത്യക്കാരും മോശമല്ല, ഇന്ത്യയിൽ എഴുതാം. ഇൻ ഇന്ത്യ വി ഹാവ് GRIHA, GRIHA.
We have Griha. It's an Indian rating. ഇന്ത്യയിൽ ഇന്ത്യൻ റേറ്റിംഗ് കൊടുക്കുന്നതാണ്. Green rating for integrated habitat assessment. Green rating for integrated habitat assessment. And it has been developed by TERI, T-E-R-I. Developed by TERI, T-E-R-I. TERI എന്ന് വായിക്കരുത്, TERI, which means Energy and Resource Institute. The Energy and Resource Institute. The Energy and Resource Institute. Energy and Resource Institute. ഇവരാണ് ഗൃഹ എന്ന് പറയുന്നൊരു സ്റ്റാൻഡേർഡ് മാനേജ് ചെയ്യുന്നത്. ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഓർക്കുക, ആൻഡ് ദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓർക്കുക, ആൻഡ് മെറ്റീരിയൽ ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ഓർക്കുക. ദെൻ യു ഹാവ് ടു റിമെമ്പർ ഡിഫറെൻറ്റ് ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ. ഡിഫറെൻറ്റ് ഏജൻസീസ് ആണ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ദർ വി ഹാവ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് USGBC, ആൻഡ് ദർ പ്രോഗ്രാം ഇസ് ലീഡർഷിപ്പ് ഇൻ എനർജി ആൻഡ് എൻവയോൺമെന്റൽ ഡിസൈൻ. അവരാണ് അതിന് റേറ്റിംഗ് കൊടുക്കുന്നത്. ആൻഡ് ഇൻ ഇന്ത്യ വി ആർ ഹാവിംഗ് ഗൃഹ, ഇന്ത്യൻ റേറ്റിംഗ്. ഇറ്റ്സ് എൻ ഇന്ത്യൻ റേറ്റിംഗ്, ഗ്രീൻ റേറ്റിംഗ് ഫോർ ഇന്റഗ്രേറ്റഡ് ഹാബിറ്റേറ്റ് അസസ്മെന്റ്. ഇറ്റ്സ് എ പ്രോഗ്രാം ബൈ TERI. TERI മീൻസ് ദ എനർജി ആൻഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ടെറിയുടെ ബിൽഡിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഡൽഹിയിലുള്ള ടെറിയുടെ ബിൽഡിംഗ് ആണ് ടെറി റിട്രീറ്റ്. ഇവരാണ് നമ്മുടെ ഗ്രീൻ എഞ്ചിനീയറിംഗ് റേറ്റിംഗ് കൊടുക്കുന്നത്. സോ ഇത്രയും പറഞ്ഞ് സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്.